റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് നടക്കുന്ന അൻവർ, ഞാൻ ഇതൊന്നുമില്ല, ഞാൻ പാർട്ടിയിൽ എൻ്റെ ആളായി നിന്നോളാം എന്ന് പറഞ്ഞ് വന്നപ്പോൾ നിലമ്പൂരിൽ നിന്ന് സീറ്റ് കൊടുത്തു, ജയിച്ചു. ഈ നന്ദി, സൗഹൃദവും ബഹുമാനവും സ്നേഹവും കാണിച്ച പാർട്ടിയെ പരസ്യമായി വെല്ലുവിളിച്ച് ചീത്ത പറഞ്ഞ് രാജിവെച്ച് മറുവശം പോയി. നിർണായക ഘട്ടത്തിലാണോ അൻവർ വിട്ടുപോയത്? അത് വല്ലാത്തൊരു പ്രതിസന്ധി LDF ഉണ്ടാക്കിയിരുന്നു. ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല, ഒരു ബടക്ക് പോയി കിട്ടിയെന്ന് മാത്രം. മുഖ്യമന്ത്രിനെ വെല്ലുവിളിച്ചിട്ടാണ് അൻവർ പോയിക്കണേ. അതിനകത്ത് ഉണ്ടോ അൻവറും ഞാനും ഒക്കെ? നിലമ്പൂരിൽ ഇടതു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കിപ്പം TK ഹംസ ചേരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം UDF തുടങ്ങുകയും അത് വലിയ പ്രയാസങ്ങളിലേക്കൊക്കെ അവർക്ക് തന്നെ കടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. PV അൻവർ അവരെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ രംഗത്തേക്ക് എത്തുന്നു. ആ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെ അല്പസമയത്തിനകം തന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തീരുമാനവും ഒക്കെ എക്കാലത്തും അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ തല്ലുപൊടി കൂടുന്ന സംഘടന എന്നാണ് അതിൻ്റെ. അഖിലേന്ത്യ വന്നാലും പാർട്ടി ജില്ലാ പ്രസിഡൻറ്റിനെ തീരുമാനിച്ചാലും KPCC പ്രസിഡന്റ് തീരുമാനിച്ചപ്പോൾ കണ്ടില്ലേ കുഴപ്പം. അത് അങ്ങനെ പോട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പാർട്ടി ഇന്ന് ഉച്ചയ്ക്ക് തീരുമാനമെടുക്കും. 2 മണിയാകുമ്പോഴേക്ക് വിവരം കിട്ടും. അപ്പോഴേ നമ്മൾ തന്നെ അറിയുള്ളൂ ആരാ സ്ഥാനാർത്ഥി. ആര്യാടൻ ഷൗക്കത്ത് ഇവിടുത്തെ ഒരു ജനകീയ മുഖമാണ്. അതിനെ കൂടി മറികടക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കുമോ വരുന്നത്? ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ജനകീയ മുഖം തന്നെയാണ്. സ്വകാര്യ മുഖക്കാർ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കാൻ വരില്ല. ആര്യാടൻ ഷൗക്കത്തിനായിട്ടൊരു മുഖമൊന്നുമില്ല. അയാൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. പിന്നെ വ്യക്തിപരമായ ചില ഏറ്റക്കുറച്ചിലുകൾ ആർക്കും ഉണ്ടാവുമല്ലോ, അത് ആ മണ്ഡലക്കാർ പരിശോധിച്ചോളും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ലൊരാളെ അവിടെ നിർത്തും. ആ നിർത്തുന്ന ആൾ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. 2 സാധ്യതകളാണുള്ളത്. ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. വേണോ? ഒന്ന്, ഈ 9 കൊല്ലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണം, പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലത്തിൽ അവിടെ ഉള്ള ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾ, പട്ടികജാതി വർഗ്ഗക്കാർ, ഇവരെയൊക്കെ 2 കുട്ടിയൊക്കെ A+ കിട്ടിയാണ്ടില്ല. നിങ്ങൾ ഒരു കുട്ടി IAS എഴുതിയില്ലേ? ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മളാണ്. അവരെയൊക്കെ ഭൂമിയിൽ ഇറക്കി താഴെ കൊണ്ടുവന്ന് വീടുണ്ടാക്കി താമസിപ്പിക്കുന്ന പണിയിലാണ് നമുക്ക്. അതിന് പുറമെ 5.5 ലക്ഷം വീട് വിതരണം ചെയ്ത് കഴിഞ്ഞു. അതിൽ കുറേ നിലമ്പൂരുണ്ടല്ലോ. 4.25 ലക്ഷം ആളുകൾക്ക് പട്ടയം കൊടുത്തു, അതും നിലമ്പൂരുണ്ടല്ലോ. പിന്നെ അരി വിതരണത്തിൽ, മറ്റു കാര്യത്തിൽ, സ്കൂൾ പുസ്തകത്തിൽ, സ്കൂൾ കെട്ടിടത്തിൽ 98% മാർക്ക് വാങ്ങി കുട്ടികളൊക്കെ പാസ്സാണ് ഗവൺമെൻറ് സ്കൂളിൽ. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഞാൻ MLA ആണ്. ഗവൺമെൻറ് സ്കൂളുകൾ ഓരോന്നോരോന്ന് പൂട്ടാൻ തുടങ്ങിയിരുന്നു. അതിൽ പ്രതിഷേധിച്ച് പ്രസംഗിച്ച ഓർമ്മയുണ്ട് എനിക്കിപ്പോഴും. നമ്മൾ വന്നതിൻ്റെ ഒരൊറ്റ സ്കൂൾ പൂട്ടിയിട്ടില്ല. സകലം ഗവൺമെൻറ് സ്കൂളുകൾ, പൊതുവിദ്യാഭ്യാസ സ്ഥാപനം അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുന്നതാണ് പിണറായി വിജയൻ പറഞ്ഞത്. അത് സാങ്കേതിക വിദ്യകളും വിജ്ഞാനങ്ങളും അധ്യാപകരെ നിയമിച്ചിട്ടും കെട്ടിടം നന്നായി എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് എല്ലാവർക്കും അറിയാലോ. ഇതൊക്കെ നിലമ്പൂരുണ്ട്. ഈ വികസന കാര്യങ്ങളും പിന്നെ 8 കൊല്ലത്തെ 9 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു അഴിമതിയോ ഒരാരോപണമോ പറയാൻ സാധിച്ചിട്ടില്ല. മുഖ്യമന്ത്രിനെ വഷളാക്കാൻ എന്തെല്ലാം നോക്കി ഇന്ന് വരെ തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ? തൊടാൻ കഴിയില്ല. അത് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, മടിയിൽ കനുണ്ടെങ്കിലേ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ. അതില്ല ഞങ്ങൾക്കൊന്നും. 10 കൊല്ലം ഞാനും മന്ത്രിയായി, 20 കൊല്ലം MLA ആയി, 5 കൊല്ലം MP ആയി. ആർക്കെങ്കിലും വല്ല ആക്ഷേപം പറയാനുണ്ടോ? ഒരു ആക്ഷേപം. ഇതാണ് ഞങ്ങളെ ഒരു പ്ലസ് പോയിൻ്റ്. ഇത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നിലമ്പൂരിലെ ജനത എന്നും വഞ്ചനക്ക് പ്രതികാരം ചോദിച്ച ജനങ്ങളാണ്. 1980 കോൺഗ്രസിൽ പിളർപ്പ് വന്നു. 80 മുമ്പ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കഴിഞ്ഞ് പരാജയപ്പെട്ടപ്പോൾ ഇതിനി തിരിച്ചു വരില്ല എന്ന് വിചാരിച്ച കുറച്ച് കോൺഗ്രസ്സുകാർ റെഡിൻ്റെ കൂടെയും ആൻ്റണിൻ്റെ കൂടെയും പോയി കോൺഗ്രസ്സായി. അതിൽ ഇന്ദിരാഗാന്ധിൻ്റെ എന്നെ എതിർത്ത് പറഞ്ഞ് പോയ ആളാണ് ആര്യാടൻ മുഹമ്മദ്. അങ്ങനെ അവിടെ നിന്ന് 80 ഇലക്ഷന് ആൾ മത്സരിക്കാൻ പറ്റിയില്ല. അവിടെ വേറൊരാൾ മത്സരിച്ച് ഹരിദാസൻ ജയിച്ചു. അവനെ രാജിവെപ്പിച്ചിട്ട് ഇയാൾ ഇടതുപക്ഷ മുന്നണിയിൽ പോയി മന്ത്രിയായിട്ട് ആ മന്ത്രിസ്ഥാനത്തോടു കൂടി ആര്യാടൻ മത്സരിച്ചു. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പിന്തുണയോട് കൂട്ടിയിട്ട് നിലമ്പൂർ 19,000 വോട്ടിന് ജയിച്ചു. അന്നും ഞാൻ സജീവമായിട്ട് പ്രവർത്തിക്കുക. DCC പ്രസിഡൻ്റാണ് I വിഭാഗം.
19,500 വോട്ടിന് ആര്യാടൻ ജയിച്ചേ. ഒരു കൊല്ലം കഴിഞ്ഞ് 1981 ഇന്ദിരാഗാന്ധി മഹാഭൂരിപക്ഷത്തിന് ജയിച്ച് തിരിച്ചു വന്നു. അതിലിവർ പേടിച്ചു. ഉടനെ ഇടതുപക്ഷത്തെ കാലുവാരി വഞ്ചിച്ച് ഇന്ദിരാഗാന്ധിൻ്റെ ഗുണം പറഞ്ഞ് ഇങ്ങോട്ട്, ഇന്ദിരാഗാന്ധി കള്ളത്തിയാന്ന് പറഞ്ഞ് പോയവർ നല്ല ആളാന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. ഈ വഞ്ചനക്കെതിരായിട്ടാണ് ഞാൻ സംസാരിച്ചത് KPCCയിൽ. ഈ കള്ളന്മാർ എടുക്കരുത് എന്ന് പറഞ്ഞതിനാണ് കരുണാകരൻ എൻ്റെ കാല് വാരിയത്. മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെ കാല് വാരിയപ്പോൾ ഞാൻ സ്വതന്ത്രനായി മത്സരിച്ചു. ആ 19,000 വോട്ട് കിട്ടിയ ആര്യാടനെ തോൽപ്പിച്ച് 1,800 വോട്ടിന് ഞാൻ ജയിച്ചു. അപ്പോൾ 20,000 വോട്ട് മാറി. ഇതാണ് നിലമ്പൂർ. ആ വഞ്ചനയോടുള്ള പ്രതിഷേധവും പ്രതികാരവും. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് നടക്കുന്ന അൻവർ, ഞാൻ ഇതൊന്നുമില്ല, ഞാൻ പാർട്ടിയിൽ എൻ്റെ ആളായി നിന്നോളാം എന്ന് പറഞ്ഞ് വന്നപ്പോൾ നിലമ്പൂരിൽ നിന്ന് സീറ്റ് കൊടുത്തു, ജയിച്ചു. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും കൊടുത്ത് വീണ്ടും ജയിച്ചു. ഇപ്പോഴും കൊടുക്കൂല എന്നാരും പറഞ്ഞിട്ടില്ല. ഈ നന്ദി, സൗഹൃദവും ബഹുമാനവും സ്നേഹവും കാണിച്ച പാർട്ടിയെ പരസ്യമായി വെല്ലുവിളിച്ച് ചീത്ത പറഞ്ഞ് രാജിവെച്ച് മറുവശം പോയി വഞ്ചന നടത്തിയ അൻവർ ഇപ്പോൾ ഐക്യമുന്നണിൻ്റെ കൂടെ. ഇപ്പോൾ സ്ഥാനാർത്ഥി ഓൻ പറഞ്ഞ പോലെ കിട്ടാത്തതിന് തെറ്റിക്കണ്. പക്ഷേ അത് മദ്യം പറഞ്ഞ് അങ്ങോട്ട് തന്നെ ആവും ചിലപ്പോൾ. അത് നോക്കണ്ട. ആ വഞ്ചനക്കെതിരായിട്ടുള്ള, അതുകൊണ്ടല്ലേ ഈ തെരഞ്ഞെടുപ്പ് വന്നേ. ആ ജനങ്ങളുടെ പഴയ ഓർമ്മ ഒരു പുതുക്കും. ഇപ്പം ജനങ്ങൾ പഴയ ആളുകളൊന്നുമല്ല, വളരെ മുന്നോക്കെത്തിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞൊന്നും കേൾക്കുന്ന കാലമല്ല. ഒരു നിർണായക ഘട്ടത്തിലാണോ അൻവർ വിട്ടുപോയത്? അത് വല്ലാത്തൊരു പ്രതിസന്ധി LDFന് ഉണ്ടാക്കിയിരുന്നു. ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല. ഒരു ബടക്ക് പോയി കിട്ടിയെന്ന് മാത്രം. ഇമാതിരി ഒരു സാധനത്തെ നിർത്തിയിട്ട് എന്താ കാര്യം? ഏത് സമയത്താണ് പോവുക? അത് മുൻകൂട്ടി പോയതിന് ഓനോട് നന്ദിയുണ്ട്. മറ്റേ രണ്ടാമത് അടുത്ത തിരഞ്ഞെടുപ്പിലും ജയിച്ച് MLA ആയിട്ട് പിന്നെ പോയതിച്ചാലോ അതും നമുക്ക് വലിയ നഷ്ടമായില്ലേ. ആദ്യം പോയി കിട്ടിയോണ്ട് അത് തിരിച്ച് കിട്ടാൻ സന്ദർഭം കിട്ടി. അപ്പം നിലമ്പൂരിലെ ഒരു വിജയ സാധ്യത, ഈ വികസനം കാര്യങ്ങളും അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു വിജയ സാധ്യതയായിരിക്കും. ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് 1-ാം തീയതി 3 മണിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വരും. 3 മണിക്ക് അവിടെ എത്തും. ഇതാണ് കാരണം. വികസനം മുഖ്യമന്ത്രി ഞാനാണ് ഇവിടെ എന്ന് പറയാൻ മുഖ്യമന്ത്രിയുടെ വെല്ലുവിളിച്ചിട്ടാണ് അൻവർ പോയിക്കണേ. അതിനകത്ത് ഉണ്ടോ അൻവറും ഞാനും ഒക്കെ ഉണ്ടോ? പിണറായി വിജയനെ വെല്ലുവിളിക്കാൻ ഞാനും അൻവറും വിചാരിച്ചാൽ പറ്റുമോ? എന്താണ് അവനവൻ്റെ സ്ഥിതി അവനവന് മനസ്സിലാവാത്തത്? നമ്മളെ സ്ഥിതി നമുക്കറിയണ്ടേ. ആ വെല്ലുവിളി ഉള്ളതുകൊണ്ടല്ല, വികസനം പറയാനും ജനങ്ങളുമായിട്ടുള്ള അടുപ്പം. പിന്നെ എന്ത് പ്രയാസം വന്നാലും ജനങ്ങളെ കൂടെ നമ്മളില്ലേ. നീഫ വന്നപ്പോഴില്ലേ, കൊറോണ വന്നപ്പോഴില്ലേ, വെള്ളപ്പൊക്കം വന്നപ്പോഴില്ലേ, ആ പുഴയിലൂടെ ഒലിച്ചു വരുന്നവനെയൊക്കെ അപാത സമയത്ത് എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചിട്ടും വീട്ടിലെത്തിച്ചിട്ടും എന്തെല്ലാം സ്നേഹം. ഇപ്പോൾ അവർക്ക് വീട് കെട്ടി കൊടുക്കണേ, സ്ഥലം ഉണ്ടാക്കി കൊടുക്കണേ, ഇതൊക്കെ ജനങ്ങൾ കാണൂലേ. അൻവറിനെ ആദ്യഘട്ടത്തിൽ മത്സരിപ്പിക്കുമ്പോൾ ഇത്തരത്തിലൊരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ലേ? അത് സംശയം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ലല്ലോ പ്രശ്നം. അന്നത്തെ സാഹചര്യത്തിൽ ഓൻ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിച്ച് പോയി സീറ്റ് കൊടുത്തു. 2-ാമൻ കൊടുത്തല്ലോ. തെറ്റായിപ്പോയോ? ഇപ്പം തോന്നുന്നത് തെറ്റായിപ്പോയി. ആ തെറ്റെങ്ങനെ നമുക്കറിയാം. നമ്മൾ മറഞ്ഞ കാര്യം അറിയുന്നവരല്ലല്ലോ. ഇപ്പം അത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. അന്ന് തോന്നാനുള്ള ബുദ്ധി നമുക്കില്ലല്ലോ. ഹംസക്ക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിട്ടുണ്ടാവും. ഓ, സംശയമല്ല, സജീവമായിട്ടുണ്ടാവും. നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളും എൻ്റെ നാട്ടുകാരാണ്. ഞാൻ ആ നാട്ടുകാരനാണ്. എൻ്റെ അടുത്താണ് എൻ്റെ വീട്. ഏതായാലും അതാണ് TK ഹംസയ്ക്ക് പറയാനുള്ളത്. ഈ പ്രായാധിക്യ സമയത്തും വളരെ ആവേശത്തോടെ അദ്ദേഹം സംസാരിക്കുന്നത് LDFന് വേണ്ടി തന്നെയാണ്. LDFന് വേണ്ടി സജീവമായി ഗോദയിൽ ഉണ്ടാകും, എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് TK ഹംസ റിപ്പോർട്ടറിനോട് പറയുന്നത്.